ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ടൈറ്റൻ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയും കാസയും അവർ രണ്ടുപേരും വിറകൊക്കെ ശേഖരിച്ച് ഒരു കാട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചെക്കനാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മയങ്ങിപ്പോവും. മിക്കാസയാണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കും. അവനാണെങ്കിൽ എന്തെന്നില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ ഒരു മോഷ്ടാവ് പയ്യനെയും അവന്റെ ബ്രദറിനെയും കാണിക്കും. അവർ രണ്ടുപേരും അവരടിച്ചു മാറ്റിയ പണമെല്ലാം ഒരു മരത്തിന്റെ പൊത്തിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പണമെല്ലാം കൂട്ടിവെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ആക്ച്വലി ഗ്രാൻസി എന്ന പേരുള്ള ആ പയ്യന്റെ ഒരു കൈ പോയത് ഇതുപോലെ മോഷണം നടത്തിയത് കൊണ്ടാണ്. ഇനിയും പിടിക്കപ്പെട്ട ഒരു കൈ കൂടെ അവന് നഷ്ടമാവും. അങ്ങനെ സംഭവിച്ച ഗ്രാൻഡ്പയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. നമുക്കിപ്പോ വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂ. വിന്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊടും തണുപ്പിൽ നമുക്ക് ഈ ടെന്റിൽ കിടക്കാനായിട്ട് കഴിയില്ല. ഇപ്പൊ തന്നെ നമുക്കിടയിലുള്ള ഒരുപാട് പേര് തണുപ്പ് സഹിക്കാൻ കഴിയാതെ മരിച്ചുപോയി. ഇനിയെങ്കിലും ഈ പൈസ ഒക്കെ ഉപയോഗിച്ച് സേഫായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണമെന്ന് അവർ പരസ്പരം പറയും. എൽഡർ പയ്യനാണെങ്കിൽ അവന്റെ ബ്രദറിനോട് പറയും, അഥവാ എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ പണം ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും നീ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയും. ആ സമയം ടൗണിലുള്ള ജനങ്ങളെല്ലാവരും ബഹളം വെച്ച് അതുവഴി ഓടുന്നത് അവർ കാണും. ശേഖരിച്ച പണം അത് മറച്ചു വെച്ച് അവരെന്താ അവിടെ സംഭവിക്കണേ നോക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. റംബ്ലിംഗ് നടന്ന് ഇപ്പോ ടൈറ്റൻസ് എല്ലാം ആ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ജനങ്ങൾ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ എറിനാണെങ്കിൽ ആ ഒരു സിറ്റിയിലേക്ക് വന്നതിന് ശേഷം അവന്റെ കൂട്ടത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു വരികയാണ്. അവനാണെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് നടന്നു വരും. എൽഡിയൻസിനെ മുഴുവൻ ഇല്ലാതാക്കിയ ഇപ്പോൾ ടൈറ്റൻ പ്രശ്നങ്ങൾ അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ട് അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇത്രയും കാലവും ആ ഒരു പാരഡൈസ് ഐലാൻഡിലെ 3 ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ ഒതുങ്ങി ജീവിച്ചു. യാതൊരു തെറ്റുകളും ചെയ്യാഞ്ഞിട്ട് പോലും ഞങ്ങൾ എല്ലാവരുടെയും മുൻപിൽ മോൺസ്റ്റേഴ്സ് ആയിട്ട് അവിടെ ജീവിക്കേണ്ടി വന്നു. ആക്രമണങ്ങൾ അത് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ഇതിനൊക്കെ വിധിക്കപ്പെട്ടവരാണോ ഞങ്ങൾ എന്നൊക്കെ ചിന്തിച്ച് അവൻ കടന്നു വരുമ്പോഴായിരിക്കും ചെറിയൊരു ഇടവഴിയിൽ വെച്ച് ഒരു പയ്യനെ ആരൊക്കെ ചേർന്ന് മർദ്ദിക്കുന്നത് അവൻ കാണുക. ഹീറോ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്ന് അവിടെ എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കും. ഉടനെ അവര് പറയും, ഈ പയ്യൻ എപ്പോഴും ഓരോരുത്തരുടെ പോക്കറ്റ് അടിക്കുകയാണ് പ്രധാന ജോലി. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്ന് ജോലി ചെയ്താണ് പണം ഉണ്ടാക്കുന്നത്. അതിവൻ വളരെ ഈസി ആയിട്ട് അടിച്ചു മാറ്റുന്നു. ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ വീണ്ടും അടിക്കും. എറിനാണെങ്കിൽ അവിടുന്ന് പതിയെ ദൂരേക്ക് നടക്കും. എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ കൈകൊണ്ട് തന്നെ ഇവനെ അടക്കം എല്ലാവരെയും കൊല്ലേണ്ടതാണ്. സോ ഇപ്പൊ ഞാൻ അവനെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ചിന്തിച്ച് അങ്ങനെ നടക്കും. പക്ഷെ എറിനാണെങ്കിൽ അവന്റെ ആ ഒരു തീരുമാനം മാറ്റി അവരുടെ കയ്യിൽ നിന്ന് ആ പയ്യനെ രക്ഷപ്പെടുത്തി അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷമാണ് മിക്കാസ എറിനെ അന്വേഷിച്ച് ആ ഒരു മലമുകളിലേക്ക് വരുന്നതും അവർ പാർട്ടിയൊക്കെ ആഘോഷിക്കുന്നതും. ഇത്രയും ആണെങ്കിൽ ആ പയ്യന്റെ കൈ അറുത്തു മാറ്റാൻ ശ്രമിച്ചവരെ അറഞ്ചം പുറഞ്ചം അട്ടിച്ച് താഴെയിട്ടാണ് അവനെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവന്നത്. ആ പയ്യനാണെങ്കിൽ ഹീറോയോട് താങ്ക്സ് പറയും. പക്ഷെ അവനാണെങ്കിൽ പൊട്ടിക്കരയാണ്. കാരണം അവർ നന്നായിട്ട് അറിയാം ഫ്യൂച്ചറിൽ ഇവരെ എല്ലാവരെയും കൊല്ലുമെന്ന്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. റംബ്ലിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഓരോ ഭാഗത്തേക്ക് ഓടും. മലകൾക്ക് മുകളിലേക്കും മരങ്ങൾക്കിടയിലും പോയി അവർ ഒളിച്ചിരിക്കും. ജനങ്ങളെല്ലാവരും ഇപ്പൊ മലയുടെ മുകളിൽ കയറി മുകളിലേക്ക് നോക്കും. അവർക്ക് രക്ഷപ്പെടാൻ ഇനി ഹെവൻ മാത്രമേ ഒരു വഴിയുള്ളൂ. ഇവിടെ ബ്രദേഴ്സ് അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കും. എന്തുകൊണ്ടാണ് മാർലിയൻസ് ഇനി ഒരു കാര്യം നടക്കാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് തരാതിരുന്നത്? എന്തുകൊണ്ടാണ് അവരതിന് വേണ്ടത്ര വിധത്തില് റെസിസ്റ്റൻസ് അത് ക്രിയേറ്റ് ചെയ്യാതിരുന്നത്? ഇതാ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. എറിനാണെങ്കിൽ ആ പയ്യനെ ഹഗ് ചെയ്ത് കരയുന്ന കാര്യം. ആക്ച്വലി അർമിന്റെ ബുക്കിൽ എറിൻ കണ്ട പുറമെയുള്ള ലോകം അത് വേറെയാണ്. ഇപ്പൊ റിയാലിറ്റി അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ അവരെല്ലാവരും ഉഷാറായിട്ട് ഓടുമ്പോ പയ്യന്മാരുടെ കയ്യിലുണ്ടായിരുന്ന പണം അത് താഴേക്ക് വീഴുകയാണ്. അത് അവർ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയം തന്നെ ടൈറ്റൻസ് അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അംസി പയ്യന്റെ ദേഹത്തേക്ക് ഇപ്പൊ വലിയൊരു കല്ല് വന്ന് വീഴുകയാണ്. അവന്റെ ഒരു കാലതിൽ സ്റ്റക്കായി പോവും. അവന്റെ ബ്രദറിന് എന്ത് സംഭവിച്ചെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കും. അവന്റെ തലയിലാണ് ആ കല്ല് വന്ന് വീണത്. ഉടനെ ആ ടൈറ്റൻ ആണെങ്കിൽ അവരെ ചവിട്ടാനായിട്ട് വരികയാണ്. ആ സമയം എറിനാണെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ ആ ഒരു സീൻ അത് കാണിക്കുകയാണ്. ഇവിടെ അവർ രണ്ടുപേരും അവനാണെങ്കിൽ ആ ഒരു ടൈറ്റന്റെ കണ്ണിൽ യുമീറിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കും. അടുത്ത നിമിഷം ടൈറ്റൻസ് ആണെങ്കിൽ അവരെ ചവിട്ടി മെതിച്ച് അങ്ങനെ തകർത്ത് പോവാണ്. അവിടെ കുറെ രക്തം മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇവിടെ മാർലിയൻസിന്റെ ആ വലിയ ഗേറ്റില് ജനങ്ങളെല്ലാവരും അലമുറയിട്ട് അടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഗേറ്റ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ചവിട്ടി മെതിച്ച് ആ ഒരു വലിയ ബിൽഡിംഗ് തന്നെ തകർത്ത് ഗേറ്റ് ഒക്കെ തകർത്ത് അവറ്റകൾ അകത്തേക്ക് വരികയാണ്.
അവിടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സിനാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. അവരാണെങ്കിൽ ജനങ്ങളുടെ നിലവിളി കേട്ട് പ്ലീസ് ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ബ്രിട്ടൻസ് ആണെങ്കിൽ അകത്തേക്ക് വരുന്നത് കണ്ട് ചില റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ പായും. ഒരുപാട് പേരാണെങ്കിൽ ആ കാറിൽ പിടിച്ചു കയറാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ കാറ് മറിഞ്ഞ് അവരെല്ലാവരും മരണപ്പെടും. ചിലരാണെങ്കിൽ ട്രെയിനിൽ അങ്ങനെ തിങ്ങിക്കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ ശ്വാസം മുട്ടി തന്നെ ഒരുപാട് പേര് മരണപ്പെടും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് എറിന്റെ ആ ജയന്റ് രൂപം കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും ഇപ്പൊ അർമിന്റെ ബുക്കിൽ കണ്ട കാഴ്ചകൾ അതൊന്നൊന്നായിട്ട് ആലോചിച്ചെടുക്കുകയാണ്. മതിലിനുള്ളിൽ ജനിച്ചപ്പം മുതൽ വീർപ്പുമുട്ടി കഴിയുന്ന എനിക്ക് മൊത്തത്തെ ആ വലിയ ലോകം കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും ആ കാഴ്ചകളെല്ലാം കണ്ട് അനുഭവിച്ച് ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും മേഘത്തിന്റെ മുകളിലൂടെ എറിനങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ. ഇവിടെ അർമിനാണെങ്കിൽ ആ ഒരു ടൈറ്റൻ ലോകത്തേക്ക് പോവാണ്. അവിടെ എറിനെ കാണും. നമുക്ക് സ്വതന്ത്ര ലോകം അത് കിട്ടിയെന്ന് അവനങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ ആനി ആണെങ്കിൽ എന്തു പറ്റി അർമിൻ, നിന്റെ മുറിവുകളെല്ലാം ഭേദപ്പെട്ടോ എന്ന് അവനോട് ചോദിക്കും. അവൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ആനിയാണെങ്കിൽ അർമിനെ അടുത്തേക്ക് വിളിക്കും. എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വർഷങ്ങളോളം ഒറ്റയ്ക്ക് ഞാൻ ആ കല്ലിനുള്ളിൽ കിടന്നപ്പോ നീയും ഇച്ചും മാത്രമാണ് എന്നോട് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോ എനിക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ വന്നതും ഞാനിപ്പോ ഇവിടം വരെ എത്തിയത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് പേരുണ്ടായിട്ടും നീ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നാണ്. അതിന് അർമിൻ പറയും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ തോന്നി, നിന്നോട് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. പലപ്പോഴും എന്നെ കളിയാക്കിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് തോന്നിയില്ല. ആനയാണെങ്കിൽ അതിന് അവനോട് വീണ്ടും താങ്ക്സ് പറയും. സത്യത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരും ദ്രോഹിക്കുകയായിരുന്നു. ഞാൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കിയിട്ടും നിങ്ങളിപ്പോ എന്റെ കൂടെ നിൽക്കുന്നു. എറിനിപ്പോ വലിയൊരു തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ തടയാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. സത്യത്തിൽ തെറ്റ് ചെയ്തത് ഞങ്ങളാണ്. അവനെ ഈ ഒരു വലിയ തെറ്റിലേക്ക് കടത്തിവിട്ടതും ഞങ്ങളാണ്. ഒരിക്കലും ഞങ്ങൾ കാരണം എറിൻ വലിയൊരു തെറ്റിലേക്ക് പോകാൻ പാടില്ല. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ജനങ്ങളെ അവൻ കൊല്ലാൻ പാടില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. ആർമിൻ, നീ ശരിക്കും നല്ലൊരാളാണ്. ഇപ്രകാരമുള്ള എല്ലാ കാര്യത്തിലും നിന്നെ വലിച്ചഴക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിന് ആർമിൻ പറയും, ഞാനൊരു നല്ലയാളാണെന്ന് ഇനി ആരും പറയാൻ പാടില്ല. ഞാൻ ഇതിനോടൊക്കെ ഒരുപാട് പേരെ കൊന്നു. ടൈറ്റൻ ഫോമിലേക്ക് മാറിയ ഞാൻ നിരപരാധികളായിട്ടുള്ള സിവിലിയൻസ്, കുട്ടികൾ, അതുപോലെ എന്റെ ഫ്രണ്ട്സ്, അങ്ങനെ പലരെയും കൊന്നിട്ടുണ്ട്. സോ ഞാനും ഇപ്പൊ ഒരു മോൺസ്റ്റർ തന്നെയാണ്. സത്യത്തിൽ ഞാനും എറിനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകം കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. പുറത്തെ ലോകം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചതും കേട്ടതിൽ നിന്നെല്ലാം പുറത്തെ ആ ഒരു കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണെന്ന് അറിഞ്ഞത്. അതിലൂടെയാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ ഔഡിയ സെറ്റ് കാണിക്കും. അവിടെ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അവിടെ ആൾക്കാരാണെങ്കിൽ ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കിയോമി ആണെങ്കിൽ ഒരു കാര്യം പറയും, അവരെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഫ്ലൈയിങ് ബോട്ട് അത് നമ്മൾ തന്നെ റെഡിയാക്കേണ്ടി വരും. കാരണം അവിടെ ടെക്നീഷ്യൻസിനെ ആരും തന്നെ കാണാനില്ല. എത്രയും വേഗം അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്കത് സെറ്റ് ആക്കണം. എങ്കിൽ ആ ഫ്ലൈയിങ് ബോട്ട് അതിപ്പോ റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ അതിലെ ആ ഒരു വലിയ വലിയ ബോംബുകൾ അതവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ട അർമിനാണെങ്കിൽ പറയും, അത് സേഫ് ആയിട്ട് അഴിച്ചെടുക്ക്. ഇപ്പോഴല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നമുക്കത് ആവശ്യമായിട്ട് വരുന്നു പറയും. ഇവിടെ കപ്പലിലാണെങ്കിൽ ഫാൽക്കോ അവൻ നിലവിളിക്കുകയാണ്. റംബ്ലിംഗ് അത് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സിറ്റി തകർന്നു പോയ കാര്യം അതിപ്പോഴാണ് അവൻ അറിയുന്നത്. അവനെ കൊണ്ടാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അവന്റെ ഫാമിലി ഉണ്ടായിരുന്ന ലിബറിയോയും അതുപോലെ തന്നെ അവരുടെ കമാൻഡർ മകത്തും അവരെല്ലാവരും മരണപ്പെട്ടതറിഞ്ഞ് അവനാണെങ്കിൽ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അവൾ അങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ആ സമയം മിക്കാസയാണെങ്കിൽ ആനിയുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉള്ള ആ ഒരു പുതിയ എക്യുപ്മെന്റ്സ് അതെങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറയും. അതിനവള് പറയും, ഞാനില്ല, ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നത് നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കാനും അതിനോടൊപ്പം എന്റെ അച്ഛനെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ്. ഇപ്പോ അവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ എന്തിന് ഇതിന് കൂട്ടു നിൽക്കണം? എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല. ഞാനിപ്പോ പൂർണ്ണമായിട്ടും തളർന്നു പോയിരിക്കുകയാണെന്ന് പറയും. ബിക്കാസയ്ക്കാണെങ്കിൽ എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആർമിനെ നോക്കും. എനിക്ക് അല്പസമയമെങ്കിലും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്ന് പറയും. അവനോട് അവൾക്കൊരു അഫെക്ഷൻ ഉള്ള കാര്യം അവൾ മനസ്സിലാക്കും. അവളാണെങ്കിൽ ആനിയോട് പറയും, അർമിൻ ഞങ്ങളോടൊപ്പം എറിനെ തടയാനായിട്ട് വരികയാണ്. സോ അവനൊരു സപ്പോർട്ടായിട്ടെങ്കിലും നിനക്ക് ഞങ്ങളോടൊപ്പം വന്നുകൂടാൻ. ആണെങ്കിൽ ടെൻഷനായി, നീ ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യും? നിന്റെ ഫ്രണ്ട് എറിനെ കൊല്ലുമെന്ന് ചോദിക്കും. അതിന് മിക്കാസയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ, ഞാൻ അവനെ കൊല്ലില്ല, അവൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാനിതെല്ലാം ശ്രമിക്കുന്നതെന്ന് പറയും. ആനിയാണെങ്കിൽ അവളുടെ കഴുത്തിലേക്ക് നോക്കും. എറിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു സ്കാർഫ് അതിപ്പോ അവളുടെ കഴുത്തിലില്ല. മിക്കാസയാണെങ്കിൽ ആ സ്കാർഫ് അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കടന്നു പോവാണ്. ലീവായ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വരും. എനിക്കിനി നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കട്ട് ചെയ്ത എറിനും മിക്കാസയും അവർ പ്ലാൻ ചെയ്ത കാര്യം അതിപ്പോ ഫ്ലാഷ് ബാക്കിൽ കാണിക്കും.
എലനയാണെങ്കിൽ എറിനോട് പറയും, ആ പോർട്ട് തകർത്ത് കളയാണെങ്കിൽ 50-60 വർഷത്തേക്ക് ഒരു കാരണവശാലും നമ്മുടെ ഈ ദ്വീപിലേക്ക് ആർക്കും എത്താനായിട്ട് കഴിയില്ല. അപ്പൊ ദൂരത്തായിട്ട് ബ്രൗൺ ഹെയർ ഫാൽക്കോ പയ്യൻ അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഫോർക്ക് ഫോൾട്ട് വെപ്പൻസ് ഒക്കെ ഉള്ള ആ ഒരു മാർലിയൻസിന്റെ ഏരിയയെ കുറിച്ചാണ് അവർ സംസാരിക്കുക. സോ അവന്റെ സെക്കൻഡ് ലക്ഷ്യം അതാണെന്ന് എലനയ്ക്ക് നന്നായിട്ട് അറിയാം. സോ എലനയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. എലനയാണെങ്കിൽ തല താഴ്ത്തി ഇപ്പൊ അവരോട് പറയും, സത്യത്തിൽ സീക്ക് അദ്ദേഹം ചിന്തിച്ചത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. എൽഡിയൻസിന് ഒരു ഫ്യൂച്ചർ തലമുറ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഐഡിയ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ സീക്ക് ഒരിക്കലും ഇപ്രകാരമൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്ന് അവൾ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.